എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും അരങ്ങും അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ രമാദേവി അന്തർജനം. ഞാനിന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഒരു വഴുതനങ്ങ കൊണ്ട് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഒരു മെഴുക്കുവരട്ടി. മെഴുക്കുവരട്ടി എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രത്യേക തരം. അതായത് വളരെ ടേസ്റ്റിയാണ്. അതിനൊരു ഇത് മാത്രമേ ഉള്ളൂ, പിഞ്ച് വഴുതനങ്ങ ആയിരിക്കണം എന്ന് മാത്രം, മൂക്കാൻ പാടില്ല. മൂക്കാത്ത വഴുതനങ്ങ വെച്ച് ഇങ്ങനെ ഒരു സംഭവം ചെയ്താൽ ഊണക്കുശ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് പിഞ്ച് വഴുതനങ്ങയാണ് എടുക്കുന്നത്. അതായത് കുറച്ച് ഇളം വഴുതന, മൂക്കാൻ പാടില്ല. ഇളം വഴുതനങ്ങ ഒരു 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ഈ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ ഒരു ഇളം വഴുതന 4 എണ്ണം എടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് മസാലക്കൂട്ടാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4 ചുള വെളുത്തുള്ളി, പിന്നെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി, ഒരു സ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ സാധാരണ മുളക് പൊടി ഒക്കെ അവനവൻ്റെ എരിവ് പോലെ ഇടാം. 1 സ്പൂണ്. ആ കൂട്ടത്തിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. ഇത്ര ഇട്ടിട്ട് ഒന്ന് എണ്ണയിൽ ചൂടാക്കിയെടുക്കാം. നമുക്ക് ഈ വെളുത്തുള്ളി തൊലി പൊളിക്കാൻ ഒരു എളുപ്പവിദ്യ ഉണ്ട്. അതിൻ്റെ ഈ കടഭാഗം ഒന്നിങ്ങനെ നിലത്തിങ്ങനെ അമർത്തുക. അപ്പോൾ അതിനെ ഇങ്ങനെ ഈ വെളുത്തുള്ളി അതുപോലെ കത്തി തൊടിയിക്കാതെ ചെയ്താൽ അതിന് ഔഷധ ഗുണം കൂടുതലുള്ളതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആയുർവേദ ഡോക്ടേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അധികം ഇങ്ങനെ ഇങ്ങോട്ട് പൊളിച്ചെടുത്താൽ അതിന് ഗുണം കൂടും. ഇതാ, ഇത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് മൂപ്പിക്കുകയാണ്. അതിലേക്ക് ആ പൊടി ഇട്ടിട്ട് ഒന്ന് വറുത്തങ്ങെടുക്കുക. നമുക്ക് ഈ വഴുതനങ്ങ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ഇതിൻ്റെ ഞെട്ടിയൊക്കെ ഒന്ന് കളയുക. ശരിക്ക് ഇതിങ്ങനെ കീറുകയാണ് വേണ്ടത്. അപ്പം നമുക്ക് ഇത് ഇത്ര നീളമുള്ളതുകൊണ്ട് ചീനച്ചട്ടിയിൽ കൊള്ളില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പകുതിയാക്കിയിട്ട് ഇതങ്ങനെ ഒന്ന് കീറണം. അതായത് കീറി പൊളിക്കരുത്, ഇങ്ങനെ 4 ആക്കിയിട്ട് ഇങ്ങനെ ഇത്രയും മാത്രം. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും അങ്ങനെ 4 ആയിട്ട് കീറി വയ്ക്കാം. നമുക്ക് ഈ കൂട്ടിനെ ഒരു തരി ഉപ്പിട്ടിട്ട് ഒന്ന് അരച്ച് കൊണ്ടുവരിക. ഞാനിത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. ഞാൻ മിക്സിയിൽ നിന്ന് മാറ്റണില്ല കേട്ടോ. എന്താ വെച്ചാൽ വളരെ അളവ് കുറവാണ്. ഇപ്പോൾ കളയാനില്ല, വേറെ പാത്രം മാറ്റി അതുമേയും പറ്റിപ്പോവും. മിക്സിന് ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഉള്ളിലേക്കാക്കി തേച്ച് കൊടുക്കുക. പുറത്തൊന്നും അധികം കളയാതെ നല്ലോണം അങ്ങോട്ട് പുളത്തിയിട്ട് മാക്സിമം ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുക. ഇങ്ങനെ എല്ലാത്തിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് വയ്ക്കുക. മാക്സിമം നിറയ്ക്കുക. എല്ലാം ഫുൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അരപ്പെല്ലാം അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. മാക്സിമം ഫില്ല് ചെയ്യുക. എന്നിട്ട് നമുക്കിത് എണ്ണയിൽ ഒന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണയിലിടുമ്പോൾ ഇത് പൊളന്നു പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊരു നൂല് കൊണ്ടൊന്ന് കെട്ടിയിടാം. ജസ്റ്റ് വാഴനാരോ നൂലോ എന്തുകൊണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക. അധികം ആയാൽ മുഴുവൻ പുറത്തേക്ക് തുറിക്കും. വെറുതെ ഒന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. നമ്മളൊരു ഫ്രൈയിങ് പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി. അപ്പോൾ അതിലേക്ക് ഈ നുറുക്കി വെച്ചത് ഇട്ട് കൊടുക്കുക. ഓൾറെഡി മസാലയിൽ ഇട്ടതാണ്. എങ്കിലും ആ മറ്റേ വഴുതനങ്ങ ഒന്ന് വരളാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഒന്ന് വിതറി കൊടുക്കുക. ഇത് ഒരു കാരണവശാലും ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് തിരിച്ചും മറിച്ച് ഇതിനെ വറുത്തെടുക്കുക. അത്ര തന്നെ ചെയ്യാനുള്ളൂ. ഓരോന്നിനെയും തിരിച്ചിടുക.
നമ്മുടെ വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറേ പ്രാവശ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് അതിനെ ഫ്രൈ ചെയ്തിരിക്കുകയാണിപ്പോൾ. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതാ ഇത്രയും കെട്ടിയിട്ടൊക്കെ തന്നെ കുറേ ചതറി പോയിട്ടുണ്ട്. നമുക്കതൊന്നുമില്ല ഏതെങ്കിലും മസാല കറികൾക്ക് എടുക്കാം. അപ്പോൾ ഇതൊന്ന് ആറിയിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഞാൻ കെട്ടിയിരുന്നല്ലോ, നൂല് കൊണ്ട് കെട്ടിയിരുന്നല്ലോ, നൂലൊക്കെ കൊണ്ട് എടുക്കാം. അതിനാണ് ചൂടാറട്ടെ എന്ന് പറഞ്ഞത്. എല്ലാം കെട്ടക്കഴിച്ചു. ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതെങ്ങനെ കഴിക്കണ്ടതെന്ന് വെച്ചാൽ ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ അടിപൊളിയാണ്. ഇത് കൂട്ടി കഴിക്കുന്ന വിധം കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ പൊളിക്കുക, ഇങ്ങനെ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് ഇങ്ങോട്ട് എടുക്കുക. പൾപ്പെടുത്തപ്പോൾ അതിലെല്ലാം ഉപ്പും മുളകും എല്ലാം തികഞ്ഞൊരു സംഭവമാണിത്. ഇത് അടിപൊളി. ശരിക്കും പറഞ്ഞാൽ ചമ്മന്തി കൂട്ടി കഴിക്കുന്ന പോലെയാണിത്. ഇതങ്ങോട്ട് ഉണ്ടാൽ അടിപൊളി ടേസ്റ്റാണ്. അമ്പ പൊളിച്ച് അതിൻ്റെ കൂടെ ഇത്തിരി കറിയൊക്കെ കൂട്ടി അടിപൊളി. നല്ല സ്വാദാണ്, നല്ല സ്വാദാണ്. സൂപ്പർ, അടിപൊളി.